ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നത് അവൻ കഴിക്കുന്ന പോഷകഗുണമുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പാനീയങ്ങളുമാണ്. ലഹരി എന്നത് അത് ഏത് തരത്തിലുള്ള ലഹരി ആയിക്കോട്ടെ, ആ ലഹരിയിൽ നിന്നും ഒരു തുള്ളി പോഷകാംശം പോലും ഒരു ശരീരത്തിനും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത. ഈവൻ നമ്മൾ ചായ കുടിക്കുമ്പോൾ പോലും ആ ചായയിൽ പോലും ചെറിയ ലഹരിയുടെ അംശമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിറ്റേ ദിവസം അതേ സമയത്ത് ആ ചായ കഴിച്ചില്ലെങ്കിൽ ചെറിയ തലവേദന അല്ലെങ്കിൽ തലകറക്കം പോലുള്ള എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. ഈ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ചായ എന്ന സാധനം ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ. ചില പള്ളിയിലച്ചന്മാർ മദ്യത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് മദ്യപിക്കുന്നത് തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണ പണിയെടുത്ത് നിൽക്കുന്ന ഒരു പഴയ ആൾക്കാരും മാത്രമാണ്. അവർ ഒരു വൈകുന്നേരങ്ങളിൽ അല്പം മദ്യപിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതല്ലാതെ പുതുതലമുറയിൽപ്പെട്ട ഒരാളും തന്നെ ഇത്തരത്തിലുള്ള ലഹരി, മദ്യം അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളിലേക്ക് ഒരിക്കലും പോകുന്നില്ല. കാരണം അവർക്ക് ഏറ്റവും നല്ല ലഹരി കിട്ടുന്ന ഒരു സാധനം ഇന്ന് MDMA ആയിട്ട് മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ മാരക ലഹരിയാണത് MDMA എന്നുള്ളത്. മദ്യത്തിൻ്റെയൊക്കെ 10 ഇരട്ടിയിലധികം ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതോ ഒരു കുരുത്തം കിട്ട് MBBS ഫെയിലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കുരുട്ടുബുദ്ധിയിൽ ഉയർന്ന ഒരു സാധനമാണ് ഈ MDMA എന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെയാണ് യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത്. അതായത് ഏകദേശം 1.5 മണിക്കൂറോളം മാത്രം ഒരു ആനന്ദ ലഹരി, അതായത് മനുഷ്യത്തെ സംബന്ധിച്ചോളം ആനന്ദം അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്ന മെലാട്ടോൺ അതേപോലെ സെറോട്ടോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് മനുഷ്യത്തിൽ ഒരു ആനന്ദം എന്ന ഒരനുഭവം സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഈ 1.5 മണിക്കൂറുള്ള ഈ ഒരു താൽക്കാലിക ലഹരിയിലേക്ക് ഇന്നത്തെ യുവജനത വഴുതി വീണിരിക്കുന്നത്. കാരണം അത് ഏറ്റവും ചെറിയ രൂപത്തിൽ പാനീയത്തിൽ കലർത്തി അല്ലെങ്കിൽ മിഠായിൽ കലർത്തിയോ വളരെ സിമ്പിളായി തന്നെ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്തവർക്ക് പോലും അവരറിയാതെ പോലും അവരുടെ ശരീരത്തിലേക്ക് എത്തിച്ച് കളയാൻ കഴിയുന്ന ഒരു കർപ്പൂര ഗുളികയുടെ രൂപത്തിലുള്ള, നമുക്ക് അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് കർപ്പൂരം ഗുളിക കൊടുത്ത് ആളുകളെ പറ്റിക്കുന്നൊക്കെ MDMA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയൊരു വസ്തുവായിട്ട് വലിയൊരു വില കൊടുക്കേണ്ടി വരുന്ന ഒരു വസ്തു ഇന്ന് ഏറ്റവും ബിസിനസ് പരമായി ഏറ്റവും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഈ വസ്തു മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലഹരിയെക്കുറിച്ചുള്ള ഈ ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് തന്നെ ഈ പല അമ്മമാരും പറയാറുണ്ട്, എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെയാണ് സ്കൂളിലേക്കും അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പറഞ്ഞു വിടുന്നതെന്ന്. നിങ്ങൾ സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒന്നും കുട്ടികളെ പറഞ്ഞു വിടണമെന്നില്ല. നിങ്ങളവരെ വീട്ടിൽ പൂട്ടിയിട്ട് നോക്കൂ. അവരേത് മുറിയിലാണോ ഉള്ളത് ആ മുറിയുടെ ജനലിൽ കൂടെ കമ്പിൽ കോർത്ത് അവർ കിടക്കുന്ന കിടക്കപ്പായിൽ കൊണ്ടിട്ട് കൊടുക്കും. ലഹരി ഉപയോഗിക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. കാരണം കൊറിയർ മുഖേന ഇത് വീട്ടിലും ഇൻസ്റ്റഗ്രാം എന്ന സോഷ്യൽ മീഡിയയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. കൊറിയറിൻ്റെ മുകളിൽ ഇത് മെഡിസിൻ എന്ന പേരിൽ ഡിക്ലറേഷൻ എഴുതിയാണ് വിടുന്നത്. കണ്ടാൽ ഒരു മെഡിസിൻ്റെ രൂപത്തിലുള്ളത് പോലെ തോന്നിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ സ്വകാര്യതയിലേക്ക് കടന്ന് കൂടാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയുള്ള ചെക്കിങ്ങിനൊന്നും ഇത് വിധേയമാവുന്നില്ല. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഇത് സഞ്ചരിച്ച് എവിടെയെങ്കിലുമൊക്കെ വളരെ സിമ്പിളായിട്ട് സംഭവം എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്രയും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര, UP ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുന്നത്, എത്രയോ 10,000 ഇരട്ടി ഒരുപക്ഷെ അവിടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഇപ്പോൾ ആ കാര്യത്തെ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ കേരളത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ അടിവേരോടെ അറുത്തു കളയാം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടത്. പോലീസിനെയും അതുപോലെ തന്നെ എക്സൈസിനെയും ഒക്കെ കൃത്യമായി അവരുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. കാരണം ഇത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇതെത്തുന്നില്ല എന്ന് കൃത്യമായിട്ട് അവരവർക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിയണം ഈ ഒരു വിഷയം. ഒരു കാലത്ത് യേശുദാസ് പെൺകുട്ടികൾ ജീൻസ് ധരിക്കുന്നതിനെ പറ്റി വിമർശിച്ചിരുന്നു. അന്ന് യേശുദാസിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കൂ, ഇന്ന് ജീൻസ് ഇട്ട പെൺകുട്ടികളുടെ ക്യാമ്പസിൽ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് കയ്യിൽ നിന്നും MDMAയുടെ പാക്കറ്റിന് കിട്ടാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ തണുപ്പ് പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു
ചാക്ക് പോലുള്ള തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ധ്രുവപ്രദേശങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രമാണ് ജീൻസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു സാധനമല്ല ഈ ജീൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് ഒരുപക്ഷെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീൻസ് ഉപയോഗം ഏറ്റവും കൂടുതൽ കൂടിയതാണ്. ഒരുപക്ഷെ ഇന്ന് IVF സെൻറ്ററുകൾ ഇഷ്ടം പോലെ, ഒരു ഡോക്ടർമാർ എന്നൊരു ആശുപത്രി തുടങ്ങുന്നത് IVF സെൻറ്ററുകളാണ് കൂടുതലും തുടങ്ങുന്നത്, ഹോസ്പിറ്റലുകളാണ് കൂടുതലും തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഇന്ന് വിവാഹിതരാകുന്ന പലർക്കും ഒരു 10-ൽ 2 പേർ മാത്രമേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇറുകിയ വസ്ത്രങ്ങളും ചൂട് കൂടുതൽ ശരീരത്തിന് നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു പ്രശ്നം. അത് വേറൊരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്കാണ് മക്കളുമായിട്ട് ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ആ ബന്ധം ഉപയോഗിച്ച് തന്നെ അവർക്ക് സ്വന്തം മക്കളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ എങ്കിലും അവർക്ക് ഒരു പരിധിവരെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും കൃത്യമായി അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം മകളുടെ അല്ലെങ്കിൽ മകൻ്റെ പോക്കറ്റിലോ എവിടെയും ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കഴിയും. അത് രക്ഷിതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരിക്കും അമ്മമാർക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു റോളുണ്ട്. ആ റോൾ അവരെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ ഒരു കാര്യത്തിൽ. കാരണം ഇത് മൊത്തം ഒരു യുവതലമുറയെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ഭാവി തലമുറയെ ഏറ്റവും മാരകമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീർന്നിരിക്കുന്നു. അതിന് ഡോക്ടേഴ്സായാലും സൈക്കോളജിസ്റ്റ് ആയാലും കൃത്യമായി ഇതിന് മുന്നിട്ടിറങ്ങുക തന്നെ വേണം. കാരണം ഈ അനാവശ്യമായി മെഡിക്കൽ ഡ്രഗുകൾ അനാവശ്യമായി കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും, കാരണം ഇന്ന് കേരളത്തിലുള്ള ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങളും മറ്റു രോഗങ്ങളും കൊണ്ട് കൂടുതലായിട്ട് ഒരു മെഡിക്കൽ മാഫിയയുടെ, കാരണം പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രം മെഡിക്കൽ ഡോക്ടർമാർ അതുപോലെ തന്നെ മെഡിക്കൽ റെപ്പ് അതുപോലെ തന്നെ എക്സ്റേ ലാബ് ECG തുടങ്ങിയ ഒരു കോക്കസ്, ഒരു മാഫിയായിട്ടാണ് നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മരുന്നിൻ്റെ വിപണന കേന്ദ്രം, യൂറോപ്യൻ്റെ ഏറ്റവും വലിയ മരുന്ന് വിപണി തന്നെ കേരളമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക, ആവശ്യത്തിന് മാത്രം മരുന്ന് മെഡിക്കൽ, അല്ലെങ്കിൽ ഈ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ ഇല്ലാതായി ആയിപ്പോവും. കാരണം വെറും മരുന്നുകൾ മാത്രം കഴിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട, കാരണം ഈ സിന്തറ്റിക് ഡ്രഗുകളിൽ പലതിലും ഒരു മെഡിക്കൽ ടേംസിൻ്റെ മിസ്യൂസ് വരുന്നുണ്ട്. കാരണം ഇതിൽ ചിലത് മാനസിക രോഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ചില രോഗങ്ങൾക്കും കൊടുക്കുന്ന ഡ്രഗ്സുകളാണ് ഈ രീതിയിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സിന്തറ്റിക് ഡ്രഗ് എന്ന രീതിയിൽ ലഹരിക്ക് രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അത് മെഡിക്കൽ ടേംസിൽ തന്നെ കൃത്യമായിട്ട് അത് മാറ്റി സാധിക്കും, അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. ഇതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു റോൾ ചെയ്യാനുണ്ട്. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. നന്ദി.